ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നേ. അപ്പോൾ ദോശ ഉണ്ടാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് ഞാൻ സാമ്പാറിനുള്ള സാമ്പാർ പൊടി മിക്കവാറും ഒക്കെ എടുക്കുന്നത് ഈസ്റ്റ് ഇന്ത്യയാണേ. അപ്പോഴാണ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു ന്യൂസ് കണ്ടത്. അതോടുകൂടി ഞാൻ ആ സാമ്പാർ പൊടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനൊരു കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ട് ഒരു സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് അത് വെച്ചാൽ സാമ്പാർ വെച്ചത്. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഈ ന്യൂസിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയത്തില്ല. കഴിവതും വീട്ടിലെ സാമ്പാർ പൊടിയും മറ്റേ ചിക്കൻ മസാലയും മീറ്റ് മസാലയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ നോക്കൂ. ഇതിൽ എന്തോരം സത്യം ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് കണ്ടു നോക്കൂ. ചാനലുകൾക്കും പത്രങ്ങൾക്കും കോടികളുടെ പരസ്യം നൽകി മലയാളികളെ വിഷം തീറ്റിച്ച് മാരക രോഗികളാക്കുന്ന കുത്തക കറി പൌഡർ കമ്പനികൾക്ക് ആര് കടിഞ്ഞാണിടും? കുട്ടികളെ വരെ മാരക രോഗത്തിനടിമയാക്കി മാറ്റുന്ന വിഷാംശമാണ് ഈസ്റ്റേൺ കറി പൌഡറും ഡബിൾ ഹോൾസും നമ്മുടെ തീന്മേശയിലേക്ക് എത്തിക്കുന്നതെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എറണാകുളത്തെ റീജിയണൽ അനലിറ്റിക്കൽ ലാബിലെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഗുരുതരമായ ഈ കണ്ടെത്തൽ. ഈസ്റ്റേൺ, ഡബിൾ ഹോൾസ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളിലാണ് മാരക വിഷാംശമായ എത്തിയോൺ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ കാഡ്മിയം കണ്ടെത്തിയതിന്റെ പേരിൽ കുപ്രസിദ്ധി നേടിയ ഈസ്റ്റേൺ ഇതോടെ വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. മലയാളികളെ വിഷം തീറ്റിക്കുന്ന ഈ രണ്ട് പ്രമുഖ ബ്രാൻഡുകളും പ്രതിമാസം കോടികളാണ് പരസ്യത്തിനായി മാധ്യമങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഈ സുപ്രധാന വാർത്ത മുക്കുകയായിരുന്നു. എത്തനോൾ വിഷാംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ മരണം വരെ സംഭവിക്കും. ഇതിനകത്ത് ഒരുപാട് മീറ്റ് മസാലയും ചിക്കൻ മസാലയുടെ ഒക്കെ കാണിക്കുന്നത്, സാമ്പാർ മസാലയുടെ കാണിക്കുന്നില്ല. ഞാൻ കുറെ നാളുകൊണ്ട് ഡബിൾ ഹോസിന്റെയും അതേ കണക്ക് തന്നെ ഈസ്റ്റേന്റെയും സാമ്പാർ മസാല ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ഒരു ന്യൂസ് കണ്ടതിന് ശേഷം ഉപയോഗിക്കാനായിട്ട് ഒരു പേടി